വായിക്കാം. എല്ലാവർക്കും ഉത്സവം കാണുന്നത് ഇഷ്ടമാണോ? ഉത്സവം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പം ഒരു ഉത്സവത്തിൻ്റെ ഭാഗമാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഉത്സവത്തിന് ആനയില്ല എന്നാണ് കേട്ടത്. ആനയില്ലാത്ത ഉത്സവമോ? അത് ഉത്സവമാകില്ല. ഹരി പറഞ്ഞത് കേട്ടപ്പോൾ രാഗിയുടെ മറുപടി ഇതായിരുന്നു. അതെന്താ രാഗി, ആനയില്ലാതെയും ഉത്സവം നടത്തിക്കൂടെ? നടത്താം, പക്ഷേ ഉത്സവം കേമമാവണമെങ്കിൽ ആന വേണം. പളപളാ തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയെ തൊങ്ങൽ തൂക്കിയ മുത്തുക്കുടയും ചൂടി ചെവിയും വാലും താളത്തിലാട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ്. അതെ അതെ, നല്ല ചേലാണ്. പക്ഷേ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിൻ്റെ കാലിലെ തോല് പോയിട്ടുണ്ടാകും രാഗി. അത് ശരിയാണ്. എന്നാലും ഉത്സവം കൊഴുപ്പിക്കാൻ ആന വേണ്ടേ? ഹരിയും രാഗിയും കാത്തിരുന്ന ഉത്സവ ദിവസം എത്തി. എന്തൊരാൾത്തിരക്കാണ് ഉത്സവപ്പറമ്പിൽ. പൂഴി വാരിയിട്ടാൽ താഴെ വീഴില്ല. വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമർക്കുകയാണ്. നിരനിരയായി പലതരം കച്ചവടങ്ങൾ. ഹരിയും രാഗിയും കാഴ്ചകൾ കണ്ട് ഉത്സവപ്പറമ്പിലൂടെ നടന്നു. ഹരി, നീയല്ലേ പറഞ്ഞത് ഇത്തവണ ആന ഉണ്ടാവില്ല എന്ന്? അങ്ങോട്ട് നോക്ക്, കണ്ടില്ലേ കൊമ്പൻ നിൽക്കുന്നത്? രാഗി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഹരി നോക്കി. ശരിയാണല്ലോ, വമ്പനൊരു കൊമ്പൻ. അവൻ കൊമ്പൻ്റെ അടുത്തേക്ക് ഓടി. അടുത്തെത്തിയപ്പോൾ മനസ്സിലായി, ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ്. ചെവി ആട്ടുന്നുണ്ട്. കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. കൊമ്പനാനയല്ല, കൊമ്പനാനയുടെ രൂപം. നെറ്റിപ്പട്ടവും മുത്തുക്കുടയും എല്ലാം ഉണ്ട്. വണ്ടി ഉരുളുമ്പോൾ കൊമ്പനും മുന്നോട്ടു നീങ്ങും. ഏതായാലും നല്ല ചേലായിട്ടുണ്ട്. വണ്ടിച്ചക്രം പിടിച്ച കൊമ്പനെ അവർക്ക് നല്ല ഇഷ്ടമായി. ഈ കൊമ്പനാനെ എത്ര നേരം റോഡിൽ നിന്നാലും കാല് പൊള്ളില്ല. ഹരി പറഞ്ഞത് കേട്ട് രാഗി ചിരിച്ചു. ഉത്സവപ്പറമ്പിലെ വേദിയിൽ ഉടൻ തന്നെ ഓട്ടൽ തുള്ളൽ ആരംഭിക്കുന്നതാണ്. മൈക്കിലൂടെ അറിയിപ്പ് കേട്ട് അവർ അങ്ങോട്ട് നീങ്ങി. മുഖത്ത് ചായം തേച്ച തുള്ളൽക്കാരനെ കാണാൻ നല്ല ചന്തം. തുള്ളൽക്കാരൻ്റെ നേരം പോക്കുകൾ കേട്ട് ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു. അവർ ബലൂൺ കച്ചവടക്കാരൻ്റെ അടുത്തെത്തി. പലതരം ബലൂണുകൾ, നിറമുള്ളത്, വലുത്, ചെറുത്, നീണ്ടത്. ഒരു പമ്പ് കൊണ്ടാണ് ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത്. കാറ്റ് നിറച്ച ബലൂൺ കൈവിരൽ കൊണ്ട് ഒന്ന് തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ രൂപം മാറുന്നു. ആനയും കുരങ്ങനും പൂച്ചയും ആപ്പിളും പന്തും അങ്ങനെ പല രൂപത്തിലും പല തരത്തിലും പല നിറത്തിലും ബലൂണുകൾ. അവർ ബലൂണുകളും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. രാത്രിയിൽ ഉത്സവം കാണാൻ ഹരിയും രാഗിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് പോയത്. തൊട്ടടുത്ത വീട്ടിലെ രഹാനയും ഉമ്മയും ഒപ്പമുണ്ട്. രഹാനയുടെ ഉപ്പ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുള്ളതാണ്. ഇക്കൊല്ലം ലീവ് കിട്ടിയില്ലത്രേ. ഉത്സവപ്പറമ്പിലെത്തിയപ്പോഴാണ് മേഘ്നയും ഡേസിയെയും കണ്ടത്. നിറയെ കളർ ബൾബുകൾ, നക്ഷത്രങ്ങൾ താഴെ ഇറങ്ങി വന്നതുപോലെ. പകൽ കണ്ടതിനേക്കാൾ ചന്തമായിട്ടുണ്ട് ഉത്സവപ്പറമ്പ് അല്ലേ ഹരി? കാഴ്ചകൾ കണ്ട് രാഗി കണ്ണുമിഴിച്ചു. അപ്പം എല്ലാവർക്കും ഉത്സവം ഇഷ്ടമല്ലേ? എല്ലാവരും നന്നായി റീഡ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാവേ. ബായ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.